വെൽക്കം ടു സ്റ്റഡി വിൻ PSC. കഴിഞ്ഞ ദിവസം നടന്ന CSCB അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ പെയർ ദാറ്റ് എക്സ്പ്രസസ് എ റിലേഷൻഷിപ്പ് സിമിലർ ടു ദാറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഗിവൺ പെയർ. ഗ്യാസോലിൻ, പെട്രോള്, ഡാഷ് ഡാഷ്. സൊല്യൂഷൻ. ഇവിടെ തന്നിരിക്കുന്ന ഈ പെയർ ഗ്യാസോലിൻ, പെട്രോള്, ഈ സിമിലർ റിലേഷൻഷിപ്പിൽ വരുന്ന ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലെ പെയർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഗ്യാസോലിൻ, പെട്രോളിൻ്റെ വേറൊരു പേരാണ് ഗ്യാസോലിന്. അപ്പോൾ പെട്രോൾ തന്നെയാണ് എന്ത്, ഗ്യാസോലിന്. അപ്പോൾ അതായത് സെയിം മീനിങ് ആണ്, പെട്രോളിൻ്റെ സെയിം മീനിങ് തന്നെയാണ് ഗ്യാസോലിന്. അതുപോലെ ഇതിൽ സെയിം മീനിങ് ആയിട്ട് വരുന്ന, അതായത് സെയിം ആയിട്ടുള്ളത് പെയർ ഏതാണെന്ന് കണ്ടുപിടിക്കാം. നോക്കിക്കേ, മോട്ടർ കാറെന്ന് വെച്ചാൽ എന്താ, കാറിൻ്റെ ഒരു ഭാഗമാണ് മോട്ടർ. മോട്ടറും കാറും സെയിം ആണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി നോക്കിക്കേ, എൻജിന്, ട്രങ്ക്. ഇതൊരു വാഹനത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് എൻജിനും ട്രങ്കും. അപ്പോൾ അതും സെയിം ആണോ? അല്ല. നോക്കിക്കേ അടുത്തത്, ഓപ്ഷൻ സിയിൽ എലിവേറ്റർ, ലിഫ്റ്റ്. എലിവേറ്ററും ലിഫ്റ്റും സെയിമാണ്. ലിഫ്റ്റ് എന്ന് പറഞ്ഞാലും എലിവേറ്റർ എന്ന് പറഞ്ഞാലും അത് സെയിം തന്നെയാണ്. അപ്പോൾ ലിഫ്റ്റിൻ്റെ സെയിം മീനിങ് തന്നെയാണ് എലിവേറ്ററിനുള്ളത്. അപ്പോൾ ഇവിടെ ഗ്യാസോലിൻ, പെട്രോൾ പോലെ സെയിം മീനിങ്ങിൽ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി, എലിവേറ്റർ, ലിഫ്റ്റ് ആണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി നോക്കിക്കേ, ചുമ്മാ ഡി വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാം. ലൈറ്റ്, ഹെവി എന്താ? ലൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹെവി. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി, എലിവേറ്റർ, ലിഫ്റ്റ്. ഇവിടുത്തെ റിലേഷൻഷിപ്പ് എന്താ? സെയിം മീനിങ് ഉള്ള വാക്കുകളാണ് തന്നിരിക്കുന്നത്. അതായത് പെട്രോള്, ഗ്യാസോലിൻ, പെട്രോൾ, ഇത് രണ്ടും എന്താ, സെയിം തന്നെയാണ്. ഗ്യാസോലിൻ തന്നെയാണ് പെട്രോൾ. അതുപോലെ സെയിം ആയിട്ട് വരുന്നത് എലിവേറ്ററും ലിഫ്റ്റും ആണ്. എലിവേറ്റർ എന്ന് പറഞ്ഞാലും ലിഫ്റ്റ് എന്ന് പറഞ്ഞാലും രണ്ടും സെയിം മീനിങ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ചോദ്യം, ഫൈൻഡ് ദ കറക്റ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സീരീസ്. ഡാഷ് എ ബി, ഡാഷ് എ ഡാഷ് ബി ബി എ, ഡാഷ് ബി ബി, ഡാഷ് എ ഡാഷ്. സൊല്യൂഷൻ. ഈ സീരീസ് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഡാഷ് എ ബി, ഡാഷ് എ ഡാഷ് ബി ബി എ, ഡാഷ് ബി ബി, ഡാഷ് എ ഡാഷ്. ഈ സീരീസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഈ സീരീസിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ രണ്ട് ബി ബി, ഇവിടെ രണ്ട് ബി ബി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ രണ്ട് ബി ബി അടുത്തടുത്ത് ഇങ്ങനെ രണ്ട് ബി ബി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ഇങ്ങനെ ഈ ഒരു പാറ്റേണിലൊന്ന് നോക്കുവാണേ. എ ബി ബി, എ ബി ബി, അങ്ങനെ ഒന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, ആദ്യം എ കൊടുക്കാം. അപ്പം എ ആയി. ഇനി ബി കഴിഞ്ഞിട്ട് ബി കൊടുക്കാം. ബി ആയി. ഇനി എ കഴിഞ്ഞിട്ട് എ കൊടുക്കാം. അപ്പം എ ആയി. ഇനി ഇവിടെ എ കഴിഞ്ഞിട്ട് എ കൊടുക്കാം. ഇനി ഇവിടെ ബി കഴിഞ്ഞ് പിന്നെ എ കൊടുക്കാം. അപ്പം എ ആയി. ഇനി ലാസ്റ്റ് എ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്? ഡാഷിൽ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്? എ വന്നു, ബി വന്നു, എ കഴിഞ്ഞ് ബി വന്നു. അത് കഴിഞ്ഞിട്ട് ഏതാണ്? പിന്നെ ഒരു എ വന്നു, പിന്നെ ഒരു എ വന്നു, പിന്നെ ഒരു എ വന്നു, പിന്നെ ഒരു ബി വന്നു. അപ്പം ഇത് ഇങ്ങനെയാണ് എനിക്ക് വന്നിട്ടുള്ളത്. നോക്കിക്കേ, എ ബി, എ ബി. ഇത് തന്നിരിക്കുന്ന ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം. നോക്കിക്കേ, ഇവിടെ ഓപ്ഷൻ ഡി, എ ബി, എ ബി, ഇത് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, എ ബി, എ ബി. അതായത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. എനിക്കിത് ഇങ്ങനെയാണ് പെട്ടെന്ന് കണ്ടപ്പോഴേ തന്നെ ഈ ബി ബി ഇവിടെ ഇങ്ങനെ അടുത്തടുത്ത് വന്നിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എ ബി ബി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വേറെ രീതിയിൽ ചെക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് വേറെ രീതിയിലായിരിക്കും ഉത്തരം കിട്ടുന്നത്. സെയിം ഉത്തരം തന്നെ കിട്ടും, ആൻസർ കറക്റ്റ് ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് വേറെ രീതിയിലായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്, വേറെ രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്.
അപ്പോൾ ഇതെങ്ങനെ, ഈ സീരീസ് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നൊന്ന് നോക്കുക കേട്ടോ. ഈ ആൽഫബറ്റ് വരുമ്പം അതെങ്ങനെയൊക്കെ വരാമെന്നൊന്ന് നോക്കുക കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെയുള്ള ഐഡിയാസ് തന്നെ മൈൻഡിൽ വരും. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഹാസ് ദ സെയിം റിലേഷൻഷിപ്പ് ആസ് ദാറ്റ് ഓഫ് QR ഈസ് ടു NU? സൊല്യൂഷൻ, QR ഈസ് ടു NU ഇതുപോലെ ഇതേ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്നത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ QR ഈസ് ടു NU ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. QR, Q+1 ആണ് R, QR, Q+1 ആണ് R. NU എന്ന് വെച്ചാൽ N കഴിഞ്ഞിട്ട് OPQRSTU, N+7 ആണ് U. അപ്പോൾ ഇവിടെ ആദ്യത്തെ ടൈമിൽ 1 കൂട്ടി, അടുത്ത ടൈമിൽ 7 കൂട്ടി, ഇങ്ങനെ വരുന്ന ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ നോക്കിക്കേ, SR. ആദ്യത്തെ ടൈം നോക്കാവേ, അതായത് ഈ QR പോലെ വന്നിരിക്കുന്നത് SR. S കഴിഞ്ഞിട്ടാണോ R വരുന്നത്? അല്ല, S കഴിഞ്ഞിട്ട് T ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ അല്ല. NO, N കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് O ഉണ്ട്, N+1 ആണ് O. അപ്പോൾ NO ഫസ്റ്റ് ടൈം QR പോലെ വന്നിട്ടുണ്ട്, NO. അടുത്തത് നോക്കിക്കേ, ഓപ്ഷൻ സിയിലകത്ത് QS ആണ് വന്നിരിക്കുന്നത്. Q കഴിഞ്ഞ് R അല്ലേ വരേണ്ടത്, അപ്പോൾ QS തെറ്റാണ്. L കഴിഞ്ഞിട്ട് M ആണ് വരേണ്ടത്. L കഴിഞ്ഞിട്ട് Q വന്നിരിക്കുന്നതുകൊണ്ട് ഓപ്ഷൻ ഡിയും വരത്തില്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം എന്ന് മനസ്സിലായി. എന്നാലും കംപ്ലീറ്റ് അങ്ങ് ചെയ്തേക്കാം. ഓക്കെ, NO ഈസ് ടു NU വന്നിരിക്കുന്ന പോലെ, അതായത് N+7 ആണ് U. അതുപോലെയാണോ KR വന്നിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാം. K കഴിഞ്ഞിട്ട് നോക്കിക്കേ, K കഴിഞ്ഞിട്ട് L, M, N, O, P, QR. K+7 ആണ് R. അപ്പം KR ആണ് കറക്റ്റ്. അപ്പോൾ ഇവിടെ NO ഈസ് ടു KR ആണ് ആൻസർ, ഓപ്ഷൻ ബി. പിന്നെ ഈ പൊസിഷൻസ് നിങ്ങൾക്ക് ഇങ്ങനെ കയ്യിൽ നോക്കിയാൽ മതി. അങ്ങനെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇജോറ്റി, അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ഓർഡറിലുള്ള പൊസിഷൻ അറിയാനുള്ള കോഡാണ് ഇജോറ്റി 5, 10, 15, 20, 25. അതായത് ഈ 5ാമത്തെ പൊസിഷനിൽ, J 10ാമത്തെ പൊസിഷനിൽ, O 15ാമത്, T 20ാമത്, Y 25ാമത്. അപ്പോൾ ഇജോറ്റി 5, 10, 15, 20, 25 നോർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ഓർഡറിലുള്ള പൊസിഷൻസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും ഇതിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ NO ഈസ് ടു KR ആണ്. അടുത്ത ചോദ്യം, ചൂസ് ദ ഫോം വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. അപ്പോൾ ഇതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കണം, അതായത് ഒറ്റയാൻ ഏതാണെന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ പൊസിഷൻ വെച്ചങ്ങ് കണ്ടുപിടിക്കാം. BDH. അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ പൊസിഷൻ എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാനൊരു കോഡുണ്ട്. ഞാൻ മുമ്പത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞതാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ പൊസിഷൻ എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാനുള്ള കോഡാണ് ഇജോറ്റി. 5, 10, 15, 20, 25. അതായത് ഈ 5ാമത്തെ പൊസിഷനിൽ J 10ാമത്, O 15ാമത്, T 20ാമത്, Y 25ാമത്. ഇതാണ് ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ഓർഡറിലുള്ള പൊസിഷൻ എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാനുള്ള കോഡ്. ഇതിൽ നിന്ന് ബാക്കിയുള്ളതും കൂടെ അങ്ങ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, B വരുന്നത് 2ാമത്, D 4, H 8. അടുത്തത് CFL ആവുമ്പം C 3ാമത്, F 6ാമത്, L 12ാമത്. അടുത്തത് EJU, E 5ാമത്, J 10ാമത്, U 21. DHP ആവുമ്പം D 4, H 8, P 16. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്തു. ഇനി ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. നോക്കിക്കേ, BDH ഇത് വന്നിട്ടുള്ളത് എന്താണ്? 2, 4, 8. അതായത് 2ൻ്റെ ഇരട്ടി 4, 4ൻ്റെ ഇരട്ടി 8, 2, 4, 8. CFL വന്നിട്ടുള്ളത് നോക്കിക്കേ, 3, 6, 12.
3ൻ്റെ ഇരട്ടി 6, 6ൻ്റെ ഇരട്ടി 12. അടുത്ത നോക്കിക്കേ EJU 5ൻ്റെ ഇരട്ടി 10, 10ൻ്റെ ഇരട്ടി ആണോ 21? അല്ല. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഇനി ഓപ്ഷൻ ഡിയും കൂടി ഒന്ന് നോക്കാം. DHP ആകുമ്പോൾ നോക്കിക്കേ 4, 8, 16, 4ൻ്റെ ഇരട്ടി 8, 8ൻ്റെ ഇരട്ടി 16. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ഒഴികെ ബാക്കിയുള്ളതെല്ലാം വന്നിട്ടുള്ളത് എങ്ങനെയാണ്? ഇരട്ടിയാണ്. അതായത് 2 × 2 4, 4 × 2 8, 3 × 2 6, 6 × 2 12, 4 × 2 8, 8 × 2 16. ഇങ്ങനെ ഒരു ഓർഡറിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഓപ്ഷൻ സി മാത്രം എങ്ങനെയാണ്? 5 × 2 10, 10 × 2 20 ആയിരുന്നു വരേണ്ടത്. പക്ഷേ ഇവിടെ വന്നിട്ടുള്ള എന്താണ്? 21. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ഡിഫറൻറ്റ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. ഇൻ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ എ നമ്പർ സീരീസ് ഈസ് ഗിവൺ വിത്ത് വൺ ഓഫ് ദ ടേംസ് മിസ്സിംഗ്. Choose the correct alternative that will continue the same pattern and replace the question mark. 6, 6, 7, 7, 11, 15, 20, 42, 36, 106, question mark 231. സൊല്യൂഷൻ. ക്വസ്റ്റ്യൻ മാർക്കിൽ എന്ത് വരുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് ഈ സീരീസ് എങ്ങനെ വന്നിരിക്കുന്നത് നോക്കണം. സീരീസ് ഇതാണ്. 6, 6, 7, 7, 11, 15, 20, 42, 36, 106, ക്വസ്റ്റ്യൻ മാർക്ക് 231. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് സ്ക്വയർ, ക്യൂബ് അങ്ങനെയുള്ള രീതിയിലൊന്നും വരുന്ന പോലത്തെ സംഖ്യകളല്ല. പിന്നെ നോക്കുമ്പോൾ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോഴും ഇത് ഒരു കൃത്യമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഒന്നിടവിട്ട സംഖ്യകളിലെ ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 6ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് അതായത് 1 ആണ്. 6 + 1 7. 7ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് 7ഉം 4ഉം കൂടെ കൂട്ടുമ്പോഴാണ് 11 വരുന്നത്. 11ഉം 20ഉം തമ്മിലുള്ള ഡിഫറൻസ് 11 + 9 ആണ് 20. 20ഉം 36ഉം തമ്മിലുള്ള ഡിഫറൻസ് 16. അപ്പോൾ 20 + 16 ആണ് 36. ഇനി ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ മാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് നോക്കാവേ. അതായത് 6ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 1. 6 + 1 7. 7ഉം 15ഉം തമ്മിലുള്ള ഡിഫറൻസ് 7 + 8 ആണ് 15. 15ഉം 42ഉം തമ്മിലുള്ള ഡിഫറൻസ് 15ഉം 27 + 27 ആണ് 42. 15 + 27 42. ഇനി 42ഉം 106ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 106ഉം 42ഉം തമ്മിലുള്ള ഡിഫറൻസ് 106 - 42 4 64. അപ്പം എന്ത് വരും? 42 + 64 ആണ് 106. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കിക്കേ. ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ ആദ്യത്തെ ഓൾട്ടർനേറ്റ് നമ്പേഴ്സിൽ എന്താ? 1 കൂട്ടി 4 കൂട്ടി 9 കൂട്ടി 16 കൂട്ടി. അതായത് എന്താ? 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഓൾട്ടർനേറ്റ് നമ്പേഴ്സിൽ ഇവിടെ എന്താ? 1, 8, 27, 64. അതായത് 1ൻ്റെ ക്യൂബ് 1, 2ൻ്റെ ക്യൂബ് 8, 3ൻ്റെ ക്യൂബ് 27, 4ൻ്റെ ക്യൂബാണ് 64. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആദ്യം വന്നിട്ടുള്ളത് സ്ക്വയർ 1, 2, 3, 4 സ്ക്വയറാണ് വന്നിട്ടുള്ളത്. അടുത്തതിനകത്ത് വന്നിട്ടുള്ളത് 1, 2, 3, 4 ക്യൂബാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് വരും നോക്കിക്കേ. അപ്പോൾ ഇവിടെ എന്താ? 4ൻ്റെ ഓക്കെ, 4ൻ്റെ സ്ക്വയർ അല്ലേ? 4ൻ്റെ സ്ക്വയർ കൂട്ടി. ഇനി അടുത്ത എന്തായിരിക്കും? ഇനി ഇവിടെ 36 കഴിഞ്ഞിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കിൽ വരേണ്ട എന്താണ്? ഈ ഒരു ഫസ്റ്റിലത്തെ ആദ്യത്തെ ഈ ഒരു സ്ക്വയർ ആഡ് ചെയ്യുന്ന പാറ്റേണിലാണ് ഈ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ 4ൻ്റെ സ്ക്വയർ കൂട്ടി. 4ൻ്റെ സ്ക്വയർ കൂട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത ഏതാണ്? ഇവിടെ 5ൻ്റെ സ്ക്വയർ ആണ് കൂട്ടേണ്ടത്. അതായത് 25. 36 + 25 എത്ര വരും? 36, 25, 61. 36 + 25 61. 61 ആണ് ആൻസർ.
ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി 61. അപ്പോൾ ഈ സീരീസ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒന്നിടവിട്ടുള്ള ഓൾട്ടർനേറ്റ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കുക, അതെങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 61. അടുത്ത ചോദ്യം, വിച്ച് നമ്പർ കംപ്ലീറ്റ്സ് ദ സെക്കൻഡ് പെയർ ഇൻ ദ സെയിം വേ ആസ് ദ ഫസ്റ്റ് പെയർ? 542:20, ഡബിൾ 976:? സൊല്യൂഷൻ. ഈ തന്നിരിക്കുന്നതിൽ ഫസ്റ്റ് പെയറിലെ പോലെ സെക്കൻഡ് പെയറിലെ ക്വസ്റ്റ്യൻ മാർക്കിൽ എന്ത് വരുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് പെയർ 542:20. ഇതുപോലെ 976 എന്ത് വരുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ 542 ഇതിലെ ഡിജിറ്റ്സ് അത് ഏത് കാൽക്കുലേഷൻ വഴിയാണ് 20 ആയെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 542 20 ആകണം. അപ്പം 5 × 4 20, 20 × 2 40, 40/2 = 20. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഈ 542 ഇതിലെ ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20 കിട്ടുന്നുണ്ട്. ഇനി 976 ഇതുപോലെ വരുന്നുണ്ടോ നോക്കാവേ. ഡിജിറ്റ്സ് തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 9 × 7 × 6. ഇനി ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 3 6. അപ്പോൾ 9 7 63, 63 × 3, 3 9, 6 3 18, 189. തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കിക്കേ, 189. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ കൺസിസ്റ്റ് ഓഫ് 2 pairs ഓഫ് ലെറ്റേഴ്സ് വിച്ച് ഹാവ് എ സർട്ടൺ റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അതർ. ഫൈൻഡ് ദ മിസ്സിംഗ് ലെറ്റർ. G:T, W:K? സൊല്യൂഷൻ. ഇവിടെ GT ആയതുപോലെ K എന്ത് വരുമെന്ന് കണ്ടുപിടിക്കണം. G:T, W:K. അപ്പോൾ G എങ്ങനെ T ആയി നോക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഇത് വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ്. അതായത് ഓർഡറിലും റിവേഴ്സ് ഓർഡറിലും വരുന്ന പൊസിഷൻ വെച്ചിട്ടാണ്. ഓർഡറിലും റിവേഴ്സ് ഓർഡറിലും സെയിം പൊസിഷനിൽ വരുന്നതാണിത്. അപ്പോൾ ആ ഓർഡറിലും റിവേഴ്സ് ഓർഡറിലും ഉള്ള പൊസിഷൻ അറിയാവുന്നവർക്ക് ഇത് ഈസി ആയിരിക്കും. അങ്ങനെ ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ഓർഡറിലും റിവേഴ്സ് ഓർഡറിലും ഉള്ള പൊസിഷൻ അറിയാനുള്ള എളുപ്പത്തിലുള്ള 2 കോഡുകളുണ്ട്. ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ പൊസിഷൻ ഓർഡറിൽ അറിയാനുള്ള കോഡാണ് ഞാൻ മുൻപത്തെ 2 ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ്. ഇജോറ്റി 5 10 15 20 25. അതായത് ഈ 5ാമത് J10 O15 T20 Y25. ഇജോറ്റി 5 10 15 20 25 നോർത്ത് വയ്ക്കുക. ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ഓർഡർ എന്ന് പറയുമ്പം A 1ാമത് വരും, Z 26ാമത് വരും. ഇനി റിവേഴ്സ് ഓർഡർ എന്ന് പറയുമ്പം A 26ാമത് വരും, Z 1ാമത് വരും. അത് ഓർത്ത് വയ്ക്കാനുള്ള കോഡാണ് BGLQV. BGLQV 25 20 15 10 5. അപ്പം നിങ്ങളിത് BGLQV 25 20 15 10 5 നോർത്ത് വയ്ക്കുക. B 25ാമത്തെ പൊസിഷനിൽ G20, L 15, Q 10, V 5. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, വളരെ ഈസിയാണല്ലേ. ഇത് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റി. എന്നാ Gയും Tയും ആയതുകൊണ്ട്. നോക്കിക്കേ, ഇംഗ്ലീഷ് നോക്കിക്കേ, ഓർഡറിൽ T 20ാമതാ. റിവേഴ്സ് ഓർഡറിൽ കണ്ടോ, റിവേഴ്സ് ഓർഡറിൽ 20ാമതുള്ളതിന് G ആ വരുന്നത്. ഓർഡറിൽ T 20ാമതാണ്, റിവേഴ്സ് ഓർഡറിൽ G 20ാമതാണ്. ഒറ്റയടിക്ക് തന്നെ കിട്ടി. നിങ്ങൾ ഓർഡറിലും റിവേഴ്സ് ഓർഡറിലും എങ്ങനെ വേണമെങ്കിലും നോക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് T വന്നിട്ടുള്ളത് ഓർഡറിൽ 20ാമതാണ്. അപ്പം 20ാമത്തെ തന്നെ റിവേഴ്സ് ഓർഡറിൽ വരുന്ന പൊസിഷൻ നോക്കിയാൽ മതി. അപ്പം G 20ാമത്. ഇനി നമുക്ക് K നോക്കാം. K ഇപ്പം നോക്കുമ്പം K എന്ന് പറയുമ്പോഴത്തേനും ഓർഡറിൽ നോക്കിക്കേ. ഓർഡറിലാണെങ്കിൽ K എവിടെ വരും? J10 ആണെങ്കിൽ K എന്ന് പറയുന്നത് 11ാമത് വരും. അപ്പം റിവേഴ്സ് ഓർഡറിലെ 11ാമത് നോക്കിയാൽ മതി. റിവേഴ്സ് ഓർഡറിലെ 11 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, Q10 അല്ലേ. Q10 എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ എന്നാ 25 20 15 10 5 എന്നുള്ള ഓർഡറിലാകുമ്പോൾ Q10 ആണെങ്കിൽ എന്താണ് 11 എന്ന് പറയുന്നത് P ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് P ആണ് വരുന്നത്. 11ാമത്തെ പൊസിഷനിൽ വരുന്നത്
പി ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി പി ആണ് കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ ഇങ്ങനെയല്ല നോക്കിയത്, അതായത് പൊസിഷൻ ഞാനിപ്പം നോക്കിയത് എങ്ങനെയാണ്, ടി ഇവിടെ നോക്കി ടി എന്ന ഓർഡറിൽ 20ാമത്, അപ്പോൾ റിവേഴ്സ് ഓർഡറിൽ ടി പോയി അങ്ങ് എടുത്തു. അതാണ് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലായത്. ഇനി നിങ്ങൾക്കിപ്പം ഓർഡറിൽ ടി 20 എടുത്തു, ഞാൻ ജി 20 എടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുക, ഈ ജി എന്ന് പറയുന്നത് ഇനി ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിവേഴ്സ് ഓർഡറിൽ നിന്ന് എടുക്കാൻ തോന്നുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ നോക്കിയാലും കുഴപ്പമില്ല. അതായത് വെച്ചാൽ റിവേഴ്സ് ഓർഡറിൽ നിന്ന് ടി എടുത്ത് നോക്കിക്കേ. റിവേഴ്സ് ഓർഡറിൽ നിന്ന് ടി എടുക്കുമ്പോൾ എങ്ങനെ വരും? റിവേഴ്സ് ഓർഡറിൽ വി 5 ആണെങ്കിൽ ടി എത്രാമത് വരും? റിവേഴ്സ് ഓർഡറിൽ എന്താ ടി 7. റിവേഴ്സ് ഓർഡറിൽ ടി 7 ആണെങ്കിൽ റിവേഴ്സ് ഓർഡറിൽ ടി 7ാമത്തെ പൊസിഷൻ ആണെങ്കിൽ ഓർഡറിൽ ടി ഏത് വരും? ഓർഡറിൽ 7ാമത്തെ പൊസിഷനിൽ ജി അല്ലേ? ഓർഡറിലെ 7ാമത്തെ പൊസിഷനിൽ എന്ത് വരും? ഈ എഫ് ജി വരും. ഓർഡറിൽ 7ാമത് വരും. അങ്ങനെ എടുക്കാം. അപ്പം നോക്കിക്കേ, കെ ഇപ്പം ഞാൻ ഓർഡറിലാണ് 11 എടുത്ത്, റിവേഴ്സ് ഓർഡറിൽ നിന്ന് കെ എടുക്കാവേ. റിവേഴ്സ് ഓർഡറിൽ നിന്ന് കെ എടുക്കുമ്പോൾ ഏത് വരും? ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ. കെ എന്ന് പറയുന്നത് എവിടെയാണ്? 16ാമത് വരും. റിവേഴ്സ് ഓർഡറിൽ നിന്ന് കെ 16ാമത് എടുത്താൽ ഓർഡറിൽ നിന്ന് 16ാമത് വരുന്നത് നോക്കിയാൽ മതി. ഓർഡറിൽ നിന്ന് 16ാമത് വരുന്ന ഏതാ? പി 15 ആണെങ്കിൽ ഓർഡറിൽ നിന്ന് 16ാമത് വരുന്നത് എന്താ? പി ആ. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നോക്കാം കേട്ടോ. ഓർഡറിൽ നിന്നോ റിവേഴ്സ് ഓർഡറിൽ നിന്നോ എവിടെന്നെങ്കിലും നോക്കിയാൽ മതി. ആ സെയിം പൊസിഷൻ വെച്ച് കണക്കാക്കിയാൽ മതി. ഇപ്പോൾ ഓർഡറിൽ നിന്ന് ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത് എടുക്കുമ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് വരുന്നത് റിവേഴ്സ് ഓർഡറിൽ നിന്നായിരിക്കും. ഇനി നിങ്ങൾ റിവേഴ്സ് ഓർഡറിൽ നിന്നാണ് ഒരു പൊസിഷൻ എടുത്തതെങ്കിൽ അതിൻ്റെ കൂടെ വരുന്നത് എന്താ? ഓർഡറിൽ നിന്നായിരിക്കും. അതെങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല, ഉത്തരം സെയിം ആയിട്ട് തന്നെ വരും. ഓക്കെ. ചോദ്യം: ഇൻ ആൻ എക്സാമിനേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് 75 ക്വസ്റ്റ്യൻസ് 1 mark is given for every correct answer and 1/4 marks is deducted for every wrong answer. A student attempts all 75 questions and score a total of 50 marks. Find the number of questions he marked wrong. Solution: ഈ ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ്. അതായത് ഒരു പരീക്ഷയിൽ 75 ചോദ്യങ്ങളുണ്ടായിരുന്നു. ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്ക് വെച്ച് കിട്ടും. ഓരോ തെറ്റുത്തരത്തിന് 4 മാർക്ക് വെച്ച് കുറയും. അങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് ഈ മുഴുവൻ ചോദ്യം, അതായത് ഈ 75 ചോദ്യങ്ങളും അറ്റംപ്റ്റ് ചെയ്തു. അപ്പോൾ ആ കുട്ടിക്ക് 50 മാർക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ തെറ്റുത്തരങ്ങളുടെ എണ്ണം എത്രയെന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 75 ക്വസ്റ്റ്യൻസ് ആയിരുന്നു എക്സാമിനുണ്ടായിരുന്നത്. അപ്പോൾ ഈ 75 ക്വസ്റ്റ്യൻസും ഈ കുട്ടി അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 75 ക്വസ്റ്റ്യൻസിനും ഓരോ ചോദ്യത്തിനും കറക്റ്റ് ആൻസർ ആണെങ്കിൽ 1 മാർക്ക് വെച്ച് കിട്ടും. അപ്പോൾ ഈ 75 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തപ്പം അത് മുഴുവൻ ശരിയായിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് 75 മാർക്ക് കിട്ടിയേനെ. പക്ഷേ ഇവിടെ എത്ര മാർക്കേ കിട്ടിയിട്ടുള്ളൂ? ടോട്ടൽ 50 മാർക്കേ ഉള്ളൂ ആ കുട്ടിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ എന്താണ്? 75 മൈനസ് 50, 25 മാർക്കിൻ്റെ നഷ്ടം ഉണ്ടായി. അപ്പം ഈ നഷ്ടപ്പെട്ടു പോയ 25 മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? തെറ്റുത്തരങ്ങളുടെ എണ്ണവും അതിൻ്റെ ആ 4 മാർക്ക് വെച്ച് കുറയുന്നതും കൂടിയാണ് ഈ നഷ്ടപ്പെട്ടു പോയ 25 മാർക്ക്. അപ്പം തെറ്റുത്തരങ്ങളുടെ എണ്ണം എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ എക്സും പിന്നെ എത്രയാ? ഓരോ തെറ്റുത്തരത്തിന് 4 മാർക്ക് വെച്ച് കുറയുന്നുണ്ട്. അപ്പം എക്സിൻ്റെ 4, അതായത് 1/4x. ഇതാണ് ഈ നഷ്ടപ്പെട്ട 25 മാർക്ക്. എക്സും എക്സിൻ്റെ 4. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതായിരിക്കും തെറ്റുത്തരങ്ങളുടെ എണ്ണം. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 1/4x എന്താണ്? 5x ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 25x ഈസ് ഈക്വൽ ടു 5x/4. അപ്പോൾ ഇവിടെ എന്ത് വരും? LHSലെ RHSലെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ വെട്ടാൻ പറ്റും, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ വെട്ടാൻ പറ്റും. അപ്പം ഞാൻ ഈ 5 25 കൂടെ അങ്ങ് വെട്ടുവാണ്. 5 5 25. അപ്പോൾ ഇവിടെ എന്താണ്? x/4 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. അപ്പം therefore x ഈസ് ഈക്വൽ ടു 5 × 4 ഈസ് ഈക്വൽ ടു 20. തെറ്റുത്തരങ്ങളുടെ എണ്ണം 20 ആണ്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം: രാജീവ് ഈസ് 16th ഫ്രം ദി ഫ്രണ്ട് ഇൻ എ കോളം ഓഫ് ബോയ്സ്.
there are twice as many behind him as there in the front. How many boys are there in between Rajiv and fifth boy from the end of the column? Solution. ഈ ചോദ്യം ഇങ്ങനെയാണ്, അതായത് ഒരു വരിയിൽ രാജീവിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് 16-ാമതാണ്. രാജീവിൻ്റെ പിന്നിൽ ഈ മുന്നിലുള്ളതിൻ്റെ ഇരട്ടി ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രാജീവിനും പിന്നിൽ നിന്നുള്ള 5-ാമത്തെ ആളിനും ഇടയിൽ എത്ര പേരുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ രാജീവ് ഒരു വരിയിൽ മുന്നിൽ നിന്ന് 16-ാമതാണ്. രാജീവിൻ്റെ മുന്നിലുള്ള ആളുകളുടെ ഇരട്ടി ആൾക്കാർ രാജീവിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ രാജീവ് മുന്നിൽ നിന്ന് 16-ാമതാണ് രാജീവിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പം രാജീവിൻ്റെ മുൻപിൽ എത്ര പേരുണ്ട്? 15 പേരുണ്ട്. അപ്പോൾ ഈ മുന്നിലുള്ള ആൾക്കാരുടെ ഇരട്ടി പേര് രാജീവിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ എത്രയാ? 15ൻ്റെ ഇരട്ടി, 15 × 2 30 പേര് രാജീവിൻ്റെ പുറകിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രാജീവിനും പുറകിൽ നിന്നുള്ള 5-ാമത്തെ ആളിനും ഇടയിൽ എത്ര പേരുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം രാജീവിനും പിന്നിൽ നിന്നുള്ള 5-ാമത്തെ ആളിനും ഇടയിൽ രാജീവിൻ്റെ പിന്നിൽ എത്രയാ? 30 പേരാണ് ഉള്ളത്. അപ്പോൾ പിന്നിൽ നിന്നുള്ള 5-ാമത്തെ ആളെന്ന് പറയുമ്പോഴത്തേനും എത്ര? ആ 5 പേര് കഴിഞ്ഞാൽ പിന്നെ എത്രയാ? 30-ൽ നിന്ന് 5 പോയാൽ എത്രയാ? 25 പേര്. 25 പേരാണ് രാജീവിനും പിന്നിൽ നിന്നുള്ള 5-ാമത്തെ ആളിനും ഇടയിലുള്ളത്. ആൻസർ ഓപ്ഷൻ ബി 25. Question. A piece of paper is folded and punched as shown in the question figures. From the given answer, figures select how it will appear when unfolded or opened. Solution. ഇവിടെ ഒരു പീസ് പേപ്പർ എടുത്തിട്ട് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഫോൾഡ് ചെയ്യുക, എന്നിട്ട് അതിലൊന്ന് പഞ്ച് ചെയ്യുക, അതായത് ഒന്ന് തുളയ്ക്കുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പം അതിൽ എത്ര ഹോളുകളുണ്ടെന്നും അതെങ്ങനെ ഇരിക്കുമെന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിക്കേ, ഒരു പീസ് പേപ്പർ, ഇതുപോലൊരു പീസ് പേപ്പർ അങ്ങ് എടുക്കുക. എന്നിട്ട് ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ മടക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം മടക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. ഒരു പ്രാവശ്യം മടക്കി കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ വന്നു. ഇനി അത് വീണ്ടും ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് മടക്കുക. അപ്പോൾ വീണ്ടും 2-ാമത്തെ പ്രാവശ്യം മടക്കുവാണേ. അപ്പോൾ ഇതിങ്ങനെ ഒരു ഷേപ്പിൽ വരും, ഇതുപോലെ വരും. ഇപ്പോൾ ഒരു പ്രാവശ്യം മടക്കി, 2 പ്രാവശ്യം മടക്കി, 2-ാമത്തെ പ്രാവശ്യം മടക്കി, 2-ാമത്തെ പ്രാവശ്യം മടക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ വന്നു. ഇനി അവർ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് മടക്കുന്നത്. ഇങ്ങനെ മടക്കുക എന്ന് വെച്ചാൽ എന്താ? ഈ ഡയഗണൽ വഴിയാണ്. ഈ ഡയഗണൽ വഴി മടക്കണം. ഡയഗണൽ വഴി ഇനി മടക്കുമ്പോഴത്തേനും ഇത് ഡയഗണൽ വഴി മടക്കുമ്പോൾ എങ്ങനെയാണ്? ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ എത്രയാണ്? 3 പ്രാവശ്യം മടക്കി. 3 പ്രാവശ്യം മടക്കി കഴിഞ്ഞപ്പോൾ ആദ്യം 2 പ്രാവശ്യം മടക്കി, പിന്നെ അത് ആ ഡയഗണൽ വഴി മടക്കി കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വന്നു. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ അവരൊന്ന് പഞ്ച് ചെയ്തു, അതായത് ഒന്ന് തുളച്ചു. എന്നിട്ട് ഈ പേപ്പർ അങ്ങ് ഓപ്പൺ ചെയ്തു, പേപ്പർ അങ്ങ് നിവർത്തി കഴിഞ്ഞപ്പം ഈ പേപ്പറിനുള്ളിൽ എത്ര ഹോളുകളുണ്ടെന്നും അതെങ്ങനെ ഇരിക്കുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ മടക്കി വെച്ച് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള ഹോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്പർ ഓഫ് ഹോൾസ് ഈസ് ഈക്വൽ ടു 2n ആണ്. n എന്ന് വെച്ചാൽ ഈ മടക്കുകളുടെ എണ്ണം. ഇവിടെ 3 പ്രാവശ്യം മടക്കിയല്ലോ. ആദ്യം ഒന്ന് മടക്കി, പിന്നെ ഒന്നുകൂടി മടക്കി, പിന്നെ ആ ഡയഗണൽ വഴി ഒന്നുകൂടി മടക്കി, അങ്ങനെ 3 പ്രാവശ്യം മടക്കി. അപ്പോൾ ഇവിടെ ഫോൾഡുകളുടെ എണ്ണം n എത്രയാണ്? 3 ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2�3, അതായത് 2³ എന്ന് വെച്ചാൽ 8. അപ്പോൾ ഇവിടെ 8 ഹോളുണ്ട്, 8 തുളയുണ്ട്. അപ്പോൾ 8 ഹോളുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, തന്നിരിക്കുന്ന ഓപ്ഷനിൽ എയിലും ഡിയിലും നോക്കിക്കേ 8 ഹോളുണ്ട്. എയിലും ഡിയിലും കണ്ടോ? 2, 4, 6, 8. ഇവിടെ നോക്കിക്കേ, 1, 2, 3, 4, 5, 6, 7, 8. 8 ഹോള് വീതം ഉള്ള 2 ഫിഗർ ഉണ്ട്. നമുക്ക് എയും ഡിയും ഉണ്ട്. അപ്പോൾ ഇതിലേതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം ഏതായാലും ഒരു പേപ്പർ ഇതുപോലെ മടക്കി വെച്ച് ഇതിൻ്റെ സെൻറ്ററിലൊരു സെൻറ്ററിലൊന്ന് പഞ്ച് ചെയ്യുമ്പോൾ, സെൻറ്ററിലൊരു തുളയ്ക്കുമ്പോഴത്തേനും എന്തായാലും അതിൻ്റെ ഈ ഒരു നടുക്ക്, ഈ ഒരു പോർഷനിൽ എന്തായാലും ഇവിടെ ഈ മടക്ക് വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഹോള് വരുമല്ലോ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അതായത് ഇവിടെ വരും, എന്തായാലും ഈ സെൻറ്ററിലും ഹോൾ ഉറപ്പാണ് അല്ലേ?
നോക്കിക്കേ, ഇവിടെ ഫിഗർ എയിൽ കണ്ടോ, ഈ പോർഷനിൽ ഇവിടെ ഹോൾ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ എ അല്ല, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഇവിടുത്തെ ആൻസർ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റും. പേപ്പർ എടുത്തിട്ട് ഇതുപോലെ മടക്കി അതിലൊന്ന് പഞ്ച് ചെയ്തിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.